கவுண்டம்பாளையம்னு ஒரு பேர் வச்சுட்டேன். அது ஒரு பெரிய பிரச்சனை உங்களுக்கெல்லாம் இல்லையா? கவுண்டம்பாளையங்கிறது அது சாதி பேரா? கவுண்டம்பாளையங்கிறது இங்க இருக்கிற ஒரு சட்டமன்ற தொகுதி. இங்க ஒரு 100 ஊர் இருக்கு. கவுண்டம்பாளையம்னு கொங்கு பகுதியில் வாழ்றவங்க தெரியும், கவுண்டம்பாளையம் ஒரு ஊர்னு தெரியும். ஸோ அதே நேரத்துல என்னை போன்ற ஆட்களை நாடக காதல்னு நான் சொல்லும் பொழுது மட்டும் என்ன சாதி வெறின்னா பாக்குறீங்க. நாடக காதல்னு சொல்லும் போது ஓ இவன் சாதி வெறிய, ஒரு சாதி வெறிக்காக படம் எடுக்கிறான் அப்படின்னு. நான் என்ன சொல்றேன், இந்த நாடக காதல் ஒரு சாதிக்கு நடக்கிறது இல்லை, உலகம் முழுக்க எல்லா சாதிக்கும் உருவாகுது, எல்லா மக்களுக்கும் உருவாகுது. பெத்தவங்களுடைய கண்ணீரை பத்தி தான் நான் நாடக காதல்னு சொல்றேன். பெத்தவங்களை எதிர்த்து பெத்தவங்களுக்கு பிடிக்காம தூக்கிட்டு போறதுதான் தவறான செயல்னு சொல்ல வரோம். அப்படிப்பட்ட என்ன நீங்க திரும்பவும் ஒரு நாடக காதலை எதுக்குறதால என்ன ஒரு சாதி வெறியன்னு சொன்னீங்கன்னா கையெடுத்து கும்பிட்றேன். ஆமா நான் சாதி வெறியன் தான் சொல்லிக்கலாம், தப்பு கிடையாது. அது பெத்தவங்களுக்கு தெரியும், പേരൻസിന് தெரியும். കേട്ടവന്റെ ബാല്യം പകച്ചു പോകുന്ന തരത്തിൽ പുത്തൻ കണ്ടുപിടുത്തം നടത്തി വൈറലായി വെട്ടിലായിരിക്കുകയാണ് നടൻ രഞ്ജിത്ത്. ജാതി അധിഷ്ഠിത കൊലപാതകങ്ങൾ നടത്തുന്നത് കോപത്തിന്റെയും കരുതലിന്റെയും ഇടത്തിൽ നിന്നാണ്. അത് അക്രമമോ കലാപമോ അല്ല, മാതാപിതാക്കൾക്ക് മക്കളോടുള്ള കരുതൽ മാത്രമാണെന്നാണ് നടന്റെ പുതിയ കണ്ടുപിടുത്തം. ബൈക്കുകൾ പോലുള്ള സാധനങ്ങൾ മോഷ്ടിക്കപ്പെടുമ്പോൾ ആളുകളുടെ പ്രതികരണവുമായാണ് നടൻ ദുരഭിമാന കൊലയെ അദ്ദേഹം കമ്പയർ ചെയ്തത്. 2024 ലോകം അവസാനിക്കുമെന്ന് ആരൊക്കെയോ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്നാൽ അവസാനിക്കുകയല്ല, മറിച്ച് ഒരു സോഷ്യൽ ഇവിളിനെ അങ്ങനെയല്ല എങ്ങനെ കാണണമെന്ന് പറഞ്ഞ് പുതിയ തിയറി ഉണ്ടാക്കിയിരിക്കുകയാണ് ഇതിലൂടെ രഞ്ജിത്ത്. മക്കളെ നഷ്ടപ്പെടുമ്പോൾ രക്ഷിതാക്കൾക്ക് മാത്രമാണ് വേദന. നിങ്ങളുടെ ബൈക്ക് മോഷ്ടിക്കപ്പെട്ട നിങ്ങൾ കള്ളനെ ഓടിച്ചിട്ട് തല്ലില്ലേ? നിങ്ങളുടെ പാദരക്ഷകൾ നഷ്ടപ്പെട്ട നിങ്ങൾ സമാനമായി പ്രതികരിക്കും. അതുപോലെ രക്ഷിതാക്കൾക്ക് അവരുടെ ജീവിതം അവരുടെ മക്കളാണ്. അപ്പൊ പിന്നെ അവർ പോയാൽ അവർക്ക് ദേഷ്യം വരില്ലേ? അതവർ പ്രകടിപ്പിക്കും. അത് അക്രമമല്ല, മറിച്ച് മക്കളോടുള്ള അവരുടെ സ്നേഹം മാത്രമാണെന്നാണ് നടൻ രഞ്ജിത്തിന്റെ വ്യൂ പോയിന്റ്. ഇത്തരത്തിലുള്ള കണ്ടുപിടുത്തം ആദ്യമായിട്ടൊന്നുമല്ല കേട്ടോ. കുറച്ചുനാൾ മുൻപ് മറ്റൊരു കണ്ടുപിടുത്തം നടത്തി രഞ്ജിത്തേട്ടൻ ഒന്ന് എയറിൽ കയറിയതായിരുന്നു. അന്ന് ഷോർട്സ് ധരിക്കുന്ന സ്ത്രീകളെല്ലാവരും നാട്ടുകാരുടെ മുന്നിൽ ഡാൻസ് കളിക്കുമെന്ന് പറഞ്ഞാണ് അദ്ദേഹം എയറിലേക്കുള്ള വഴി തുറന്നത്. തമിഴ്നാട്ടിലെ സേലത്തിനടുത്ത് തന്റെ അടുത്തിടെ സംവിധാനം ചെയ്ത കാവുങ്കൽ പാളയത്തിന്റെ പ്രദർശനത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് രഞ്ജിത്ത് ഈ പ്രസ്താവനകളൊക്കെ നടത്തിയത്. ജാതി അടിസ്ഥാനമാക്കിയുള്ള ആക്രമണങ്ങളെയും കുട്ടികൾക്ക് മേൽ മാതാപിതാക്കൾക്കുള്ള നിയന്ത്രണങ്ങളും ഒക്കെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അദ്ദേഹത്തിന്റെ പുതിയ ചിത്രം. എന്തായാലും ഇത്തവണ തന്റെ പുതിയ സിനിമയുടെ പ്രമോഷനിടെ ഒരു പ്രമോഷനായി തന്നെ പറഞ്ഞ വാക്കുകളാണ് പ്രമോഷൻ നൽകി പുള്ളിയെ എയറിലേക്ക് എത്തിച്ചത്. 2017-നും 2019-നും ഇടയിലുള്ള കണക്കുകൾ അനുസരിച്ച് 145 ദുരഭിമാന കൊലപാതകങ്ങളാണ്, കേസുകളാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 19-ലും 20-ലുമായി 25 വീതവും 21-ൽ 31 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മതം മാത്രമല്ല, ജാതിയും ഉപജാതിയും തുടങ്ങി പാരമ്പര്യം വരെ നോക്കിയാണ് ഇന്ന് ഒട്ടുമിക്ക അറേഞ്ച്ഡ് മാരേജും ഇവിടെ നടക്കുന്നത്. എന്നാലും സ്വന്തം മകൾ അന്യജാതിയിൽപ്പെട്ട ഒരു പയ്യനുമായി പോയതിൽ മനംനൊന്ത് ആത്മഹത്യ ചെയ്ത കൊല്ലക്കാരായ അച്ഛനെയും അമ്മയെയും ഇതര മതസ്ഥനുമായി പ്രണയത്തിലായിരുന്ന 14-കാരിയെ വിഷം കുടിപ്പിച്ചു കൊന്ന അച്ഛനെയുമൊക്കെ നമ്മൾ കണ്ടത് ഈ അടുത്ത് തന്നെയാണ്. ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ ഞെട്ടി ജാതിയെയും മതത്തെയും ഒക്കെ കുറ്റം പറയുന്ന പുരോഗമനവാദികളും പേരിനൊപ്പം ജാതി പേരും കൊണ്ട് നടക്കുന്നവർ തന്നെയാണ്. അവർക്കെല്ലാം ഈ കണ്ടുപിടുത്തം ഒരു ഞെട്ടൽ തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പണ്ട് കോമൺ ആയിരുന്ന മാട്രിമോണി പ്രൊഫൈലുകളെല്ലാം തന്നെ ഇപ്പോൾ ജാതി അടിസ്ഥാനത്തിൽ മാറിയതും ഒരുപക്ഷെ ഈ പറഞ്ഞതൊന്നും ഇവിടെ ആപ്ലിക്കബിൾ അല്ല എന്നതിൻ്റെ തെളിവ് കൂടിയാണ്.